മൈ ചാനൽ. വെൽക്കം ബാക്ക്. ക്രാബി വന്നിട്ട് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹോട്ട് സ്പ്രിംഗ് വാട്ടർഫോൾ. ഇവിടെ എപ്പോഴും ഹോട്ട് വാട്ടർ ആയിരിക്കും എന്നാ പറയണേ. നമുക്ക് എല്ലാരും പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യണം. ഇത് ഒറ്റക്ക് പോണോന്ന് എനിക്കല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് എമറാൾഡ് പൂളിലൊക്കെ നമ്മൾ പോയിട്ട് ആക്ച്വലി എല്ലാവരും നല്ല ടയർഡാണ്. ഒരു 5:30 ടൈമായി, 6 o'clock വരെ ഉള്ളൂ അവിടെ ആയിട്ട്. പിന്നെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഹോട്ട് സ്പ്രിംഗ് വാട്ടർഫാളും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയൊരു അവസരം ഫാമിലി ആയിട്ട് വരാൻ ചിലപ്പോൾ എന്തായാലും വരില്ല. ഇൻഷാല്ലാ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു മൂഡ് പോലെ വരാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ആയിട്ട് ഹോട്ട് സ്പ്രിംഗ് വാട്ടർഫാളിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട് എൻട്രൻസ് ഞാൻ കാണിച്ചായിരുന്നില്ലേ, അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് അഡൽട്ടിന് 200 rupees ആണ്, കിഡ്സിന് 100 രൂപയാണ്, 100 bucks. അപ്പോൾ സുനുവിന് മാത്രമാണ് പറഞ്ഞത്. സൈഗിന് 6 year പറഞ്ഞപ്പോഴത്തേക്കും സൈഗിന് ഫ്രീ ആയിരുന്നു. അപ്പോൾ നേരെ എൻട്രൻസിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഒരു 400 meter നമുക്ക് നടക്കാനുണ്ട്. ആ 400 meter ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ, നമ്മുടെ കാറ് ടാക്സി ആ ഫ്രണ്ട് വരെ അവർ വിടുകയുള്ളൂ, അവിടുന്ന് ബ്ലോക്ക് ചെയ്യും. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ നടക്കണേണ്. ഏതാണ്ട് അതിൻ്റെ ഫ്രണ്ട് ഒരു കവാടം ചെറുതായിട്ട് ഹോട്ട് സ്ട്രീം എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അവിടെ വേറെ സംഭവമുണ്ട്, ഹോട്ട് സ്പ്രിംഗ് വാട്ടർഫാൾ ഉണ്ട്. അതേപോലെ തന്നെ ഹോട്ട് സ്ട്രീം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ ആയിട്ടൊരു ബോർഡും കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ഹോട്ട് സ്ട്രീം. എനിക്ക് വേണത് ഇങ്ങോട്ട് പോകുമ്പോൾ ഹോട്ട് സ്ട്രീം എന്നുള്ള എന്തൊരു പൂള് പോലത്തെ സംഭവം എന്തോ ഉണ്ട് അവിടെ ആയിട്ട്. അതിൻ്റെ എൻട്രൻസ് ആണത്. പിന്നെ ഇവിടെ ആയിട്ട് ബോർഡുണ്ട്, നേച്ചുറൽ ട്രയൽ, സ്പാ, ടോയ്ലറ്റ്, ഏറ്റവും വലിയ ഹോട്ട് സ്ട്രീം 350 meter ഇനി. ഓക്കെ, അപ്പോൾ 350 meter നമുക്ക് ഹോട്ട് സ്ട്രീം പ്രതീക്ഷിച്ച് ലക്ഷ്യമാക്കി കൊണ്ട് തന്നെ നമുക്ക് നടക്കാം. അതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അത് പ്രത്യേകം പറയാനുണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ആളുകളൊന്നും അധികം കാണുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ക്ലോസിങ് ടൈം ആയല്ലോ, അതുകൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ആളുകൾ അധികം ഇല്ലാത്തത്. ഫ്രണ്ടിൽ തന്നെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആയിട്ട്. ചിലപ്പോൾ അവിടെ ഉണ്ടാവുമായിരിക്കും. നമ്മളിപ്പോൾ എമറാൾഡ് പൂളിൽ പോയപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ, അവിടെ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ക്രൗഡായിരുന്നല്ലോ. റീൽസിലൊക്കെ കാണൂലേ റിയാലിറ്റിയും എക്സ്പെക്ടേഷനും ഇങ്ങനെ നമ്മ ഇങ്ങനെയൊക്കെ സിംഗിളായിട്ടൊക്കെ അതിങ്ങനെ നടന്നു വരുന്നു, വെള്ളത്തിൽ ഇറങ്ങുന്നു. പക്ഷെ റിയാലിറ്റി നോക്കുമ്പോ നടക്കാൻ പോലും സ്ഥലമില്ല, നിറച്ച ആൾക്കാർ. അവിടെ അവര് വീഡിയോ എടുക്കുന്നുണ്ട്, അവിടെ കാണാൻ പറ്റത്തോണ്ട് അവിടെ വീഡിയോ. അതെ, അയ്യോ സ്ട്രെയിറ്റ് തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള വെച്ച് അതെ അതെ, ഈ മരമാണ് നമ്മുടെ വീട്ടിലുള്ളത്. അത് ഇത്ര തടി വെച്ച് വലുതാവും. പക്ഷെ അത് ഇങ്ങനെ തറയിൽ വളരണോ? അതെ, പോട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളർച്ച കുറവായിരിക്കും. ഗൈസ്, ഞാൻ ബാക്കിലായി പോയി. ബിക്കോസ് എബുനൊട്ടക്ക് നടക്കണോന്ന് കണ്ടില്ലേ, ഒരു സ്ലിപ്പ് ഇട്ടുകൊണ്ട് നടക്കണം. ഞാനും സൈഗു എബ്രു ബാക്കിലായി, അവർ ഫ്രണ്ടിൽ വ്ളോഗ് ചെയ്തോണ്ട് നടപ്പുണ്ട് ഗൈസ്. അപ്പോൾ മേ ബി ഇതിൻ്റെ വ്യൂ ഒക്കെ, ഐ മീൻ പോണ വഴി ഒരു 400 meters നടക്കാനുണ്ടല്ലോ, അതിൻ്റെ വഴിയൊക്കെ നേരെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മ ബാക്കിൽ വെറുതെ പൊട്ടന്മാരെ പോലെ പോകണ്ടല്ലോ, അപ്പോൾ നമുക്കിവിടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ചെറുക്കനാണെങ്കിൽ എല്ലാ പിള്ളേരും എടുക്കുന്നല്ലേ, എബ്രു ആണെങ്കിൽ എടുക്കണ്ടെന്നാണ് ബോട്ടിൽ പിടിച്ച് നടക്കണം. അങ്ങനെ നമ്മൾ കുറേ നടന്ന് അവിടെ ഒരു പൂൾ സെറ്റപ്പ് കാണുന്നുണ്ട്. അതെന്താ സംഭവം എനിക്ക് കറക്റ്റ് അറിയില്ല, അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും എന്താണ് അവിടെ. പിന്നെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇനിയും എനിക്ക് തോന്നുന്നു അത് ജസ്റ്റ് ഒരു പൂൾ സെറ്റപ്പാണെന്ന് തോന്നുന്നു. അറിയില്ല, നോക്കട്ടെ, കുറച്ചും കൂടെ നടന്നാൽ മനസ്സിലാവും. ഇതൊരു സ്വിമ്മിങ് പൂൾ പോലെ ഉണ്ട്. അവിടെ ഹോട്ട് സ്ട്രീം എഴുതിയിട്ടുണ്ട്, വാട്ടർഫോളിന് എഴുതിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് വഴിയുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇവിടെ തിരിച്ച് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഈ പൂള്. പക്ഷേ കിടിലം പൂൾ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അവിടെ കുറച്ചും കൂടെ പോകണം. അല്ല, ഇവിടെ ഒരു പാർക്ക് പോലെ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. നോക്കാം, കാല് ജസ്റ്റ് നോക്കുമ്പോ അറിയാം. അയ്യോ, അതും ചൂടുവെള്ളമുണ്ട്. ചൂടുവെള്ളമാണ്. ഇത് എനിക്കോട് ഇത് ഹോട്ട് സ്ട്രീം മനസ്സിലായാ? ഇത് ഹോട്ട് സ്ട്രീം. ഇത് അപ്പുറത്തെ അവിടെ ആയിട്ട് പറഞ്ഞാലും കണ്ട അവിടെ പോകണ്ട ഹോട്ട് സ്ട്രീം.
ആ നല്ല നല്ല സുഖമുണ്ടല്ലേ. ഇത് ഹോട്ട് സ്ട്രീം, അപ്പുറത്താണ് ഹോട്ട് സ്പ്രിങ്. ബാ നമുക്ക് അങ്ങോട്ട് പോവാം, വാട്ടർഫാളിന് അങ്ങോട്ട് പോവാം. ആ വെള്ളത്തിൽ തൊടാൻ പോലെ അങ്ങനെയല്ല, നോ ജമ്പിങ് എന്നാണ് എഴുതിയിരുന്നത്. We love Khilong Tom Nyo Hot Stream Waterfall Krabi. അതെ അതെ അതെ. ആ അവിടെ ചെറിയൊരു വാട്ടർഫാളിന് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. വരും മക്കളെ വരും. ആ ചൂട് കാല് ടച്ച് ചെരുപ്പ് ഊരിട്ട് കാല് ടച്ച്. ആ ഇനിയും കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട്. നമുക്ക് നടന്ന് പോവാം. യെസ്, അങ്ങനെ വീണ്ടും നടന്ന് ഒരു സ്ഥലത്തെത്തി. ഇവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് വാട്ടർഫാളിൻ്റെ. ഭയങ്കര രസമുണ്ട് അവിടെ ഇട്ട ചെയറും ആ ടേബിൾ പോലെയൊക്കെ സെറ്റപ്പും അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ആ അതാണ് എത്തി. വാ യെസ്, അടിപൊളി. അപ്പം ഇങ്ങനെയൊക്കെ സംഭവം. ഇപ്പം എന്തായാലും ഈ വെള്ളത്തിൽ കുളിക്കണം അല്ലേ സുരം? വാ. പിന്നെ അല്ലാണ്ട് ഇവിടം വരെ വന്നിട്ട് ഹോട്ട് സ്പ്രിങ്ങിലൊക്കെ വാ. ഓൾറെഡി ഞങ്ങളെല്ലാം നനഞ്ഞിട്ട് ഒന്ന് ഉണങ്ങിയേക്കണേണ്. ആ പിന്നെ വീണ്ടും നമുക്കൊന്ന് നനഞ്ഞുണങ്ങാം. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാം. ഫുള്ളിങ്ങനെ ഒരു ഊള് പോലെ ഇങ്ങനെ കെട്ടി വെച്ച് ഉണ്ട്. ഹോട്ട് സ്ട്രീം ഇറങ്ങിക്കോ, വരും വാ ഇറങ്ങിക്കോ. ഇറങ്ങല്ലേ? ആ ചെറിയ ചൂടുണ്ടാവുള്ളൂ, അത്ര ചൂടൊന്നും. തീറ്റി വേറെ തീറ്റി വേണ്ട വയ്ക്കും. ആദ്യം കാല് മുക്കി പോകട്ടെ. എങ്ങനെ ഉണ്ട്? ആഹാ നല്ല ചൂട്, നല്ല ആശ്വാസം. അത്ര ചൂടല്ല, സഹിക്കാൻ പറ്റാവുന്ന ചൂടാണ്. സഹിക്കാൻ പറ്റാവുന്ന ചൂട്. ചൂടുണ്ട്. ആ മഷീന് കുഴപ്പമില്ല. മഷി ഭയങ്കര ചൂടത്തില്ല കുളിക്കാറ്. ആ ആവശ്യത്തിന് നിനക്ക് ഈസി ആയിരിക്കും, നിനക്ക് പ്രശ്നം ഉണ്ടാവൂല. പറ്റൂടി. അപ്പൊ അധികം ഇറങ്ങി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാവും. ഞാനെന്തായാലും പതുക്കെ ഇറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് വീലടിക്കും. യാ മോനെ, ആ ചൂട് എൻ്റെ അമ്മേ, എനിക്ക് പറ്റല്ല. ഇല്ല നല്ല ചൂട്. അയ്യോ ഇവരൊക്കെ എങ്ങനെ ഇരിക്കണം. ഞാൻ മെയിനായിട്ട് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ശീലിച്ചുകൊണ്ടിട്ട് ആ ചൂട് പറ്റല്ല. പിടിച്ച് ഞാൻ ഇറങ്ങി കാണിച്ചു കൊടുക്കട്ടെ. ആ മഷി പറ്റില്ല. സുഖമുണ്ട്. കുറച്ചേരം കഴിയുമ്പോ സെറ്റാവും ബോഡി നിനക്ക് അപ്പൊ സെറ്റാവും. കുറച്ച് കഴിയുമ്പോ സെറ്റാവും. കുറച്ചേരം കഴിയുമ്പോ സെറ്റായി. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുള്ളൂ, പിന്നെ ഓൾറെഡി പുതിയ പോലെ അത് നിങ്ങൾ ചൂട് പറ്റൂല, അതുകൊണ്ട്. പൊള്ളിയാ മൊത്തം.
പക്ഷെ നല്ല രസമുണ്ട്. ബോഡി പെയിൻകൊക്കെ അടിപൊളിയായിരിക്കും. ബോഡി പെയിൻ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ബോഡിപ്പുള്ളൊക്കെ മനസ്സിലാവുന്നത്. സെറ്റാണോ ഇറങ്ങി സെറ്റാ? ഇറങ്ങ സോന ഇറങ്ങിയല്ല, സോനെ പുഴുങ്ങി എടുക്കും ഇപ്പൊ നമ്മള്. ഇറങ്ങ് ബേബി. അങ്ങോട്ട് മാറും. 1 second. ഒന്നും പറ്റൂല, ബോഡി സെറ്റ് ആവും. ഇറങ്ങ്, അത് ഇറങ്ങിയാലേ സെറ്റ് ആവുള്ളൂ. ഉമ്മച്ചിനെ കണ്ടില്ലേ? ചൂട് പറ്റാത്ത ആൾക്കാർക്ക് പറ്റൂല, ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ല സുഖമായിരിക്കും. ആ ഇല്ല ഇല്ല, എപ്പോഴും കുളിപ്പിച്ച് കഴിഞ്ഞു. ഒട്ടടിക്ക് മുങ്ങ് ബേബി, അല്ലെ ഞാൻ വന്ന് മുക്കോട്ടാ. മുങ്ങൂലേ? ഓറാക്കല്ലട്ടാ, മുങ്ങ് മതി. കാലിട്ടിരിക്കാതെ മുങ്ങടി. അതന്നെ ഓറാക്കുന്നു. അല്ല ബേബിക്ക് ചൂട് പറ്റൂല, ബേബി തണുത്ത വെള്ളത്തിലല്ലേ. ആ ശരിയാ ശരിയാ. എന്താ റുക്ക് പോണ? ബേബി നോക്കട്ടാ, എന്റെ മുത്തിനും ഇറങ്ങണോ? ഗൈസ് കണ്ടില്ലേ, എല്ലാരും ഭയങ്കര ചൂടുണ്ട് കേട്ടാ. ചൂട് പറ്റാത്ത ആൾക്കാർക്ക് ഇത് പറ്റൂല. അത്യാവശ്യം ചൂടൊക്കെ സഹിക്കാൻ പറ്റിയ ആൾക്കാർക്ക് ഇതിലിറങ്ങാൻ പറ്റും. മേത്ത് നല്ല സുഖമായിരിക്കും. എബുനാണെങ്കിൽ ഇറങ്ങാൻ കൊതിയായിട്ട് വയ്യ. എബുന് എങ്ങനോ ചൂടുവെള്ളത്തിൽ എങ്ങനോ. ഓ എൻ്റെ ഇത് നോക്കെ, കണ്ണൊക്കെ സ്പ്രെഡായിട്ട്. ആ എബുനൊക്കെ വണ്ണുണ്ടോ, ഒക്കെ വണ്ണുണ്ടോ, ഒക്കെ വണ്ണുണ്ടോ എബുന്. ഒങ്ങനോ അങ്ങനോ. എങ്ങനെ ക്യൂട്ടാക്കണ, എങ്ങനെ ക്യൂട്ടാക്കണ, എങ്ങനെ ഉമ്മി കാവോ അന്നെ, ഉമ്മി കാവോത്താ. കിസ് ഉമ്മി, കിസ് ഉമ്മി, കിസ് ഉമ്മി, കിസ് ഉമ്മി, കിസ് ഉമ്മ. എബുനെ ഉമ്മി അറുക്കൂല, ബിക്കോസ് എബുനെ ഉമ്മി കുളിപ്പിച്ചില്ലേ, മമ്മ ഒക്കെ തന്നില്ലേ, ഡ്രസ്സൊക്കെ മാറി. ഇത് ഷോർട്സ് ഇട്ട, ഗ്രീൻ ഷോർട്സ്. നമുക്ക് ഇറങ്ങണ്ട കേട്ടാ, നമുക്കിനി റൂമിൽ പോവാം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്കിനി റൂമിൽ പോവാം. കുറേ ഇറങ്ങിയാൽ ഇതാവും. ഇവിടെ ഒക്കെ മൊത്തം ഒരു കാട് വൈബാണ് മൊത്തത്തിൽ. ഒരു ആക്ച്വലി ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ മറ്റേതായിരുന്നു കേട്ടാ. സുനും ഇറങ്ങി. പിടിച്ചോ സുനു, റോപ്പിൽ പിടിച്ചോ. അതാ അതാ പറയാം. ചൂടുവെള്ളത്തിൽ ഇറങ്ങണം, ഭയങ്കര ക്ലീൻ ആയില്ലേ. അപ്പൊ ഞാൻ ബാബാ ഇറങ്ങി ഇറങ്ങി. സോന വീയരുത്, സോന അവിടെ തീറ്റ് ചെയ്യേ, തീറ്റ് ചെയ്യും. നോക്ക് നോക്ക്. ഇതെവിടെ പിടിച്ചോ, ആ നമ്പർ ഇവിടെ പിടിച്ചോ.
ആ അവിടെ റോപ്പിൽ പിടിച്ച് ഇവിടെ പിടി അതുകൊണ്ട് കൊണ്ടുപോയി പാടി റോപ്പിൽ പിടിക്കാൻ. എന്താ അവിടെ നിന്നൊന്നുമില്ല? ഏയ് അവിടെ നിന്നൊന്നുമില്ല. നീ വാ. അല്ലെങ്കിൽ അവിടെ ഇരുന്നോ സീറ്റ് കണ്ടിരുന്നാ മതി. ഇവിടെ ഏയ് വെള്ളത്തിന്റെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അതാണ് ചൂട് ഭയങ്കര ചൂട്. ഇറങ്ങണോ? ആടാ വരാം. എന്താടോ ഭയങ്കര ചൂടുവെള്ളം എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം. ആ സോന് ഫുള്ള് പൊളി. സോന് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണേ. നീ ഇറങ്ങല്ലേ? അതാണ് പൊള്ളും സ്കിന്നിൽ. ഇതവിടെ സൈഡ് നോക്കിയേ, സൈഡ് അവിടെ നിന്ന് ഫുള്ള് കമ്പനി അടിക്കണത്. ഓ അതവരുടെയൊക്കെ മുഖംമാറൊക്കെ ചൂടടിച്ചിട്ട് ഓ പൊള്ളിയിട്ട് പെട്ടുമ്പോ ഇറങ്ങി ഓടാനും പറ്റില്ല. അതല്ലേ മുങ്ങ. ഓ ഇത്ര തിളച്ച വെള്ളത്തിൽ മുങ്ങ. ചൂടുവെള്ളത്തിൽ നീന്തുന്ന സുഹാന. ചൂടുവെള്ളത്തിൽ നീന്തുന്ന സുഹാന. ഗൈസ് ഞാൻ ആ വെള്ളത്തിൻ്റെ അടുത്ത് പോണില്ല. ബിക്കോസ് അവിടെ പോയ എബ്ബു അവിടെ ഇറങ്ങാതെ സമ്മതിക്കൂല. അതുകൊണ്ട് ഞാൻ ഇവിടെ അവൻ്റെ അടുത്ത് കളിക്കാന്ന് വിചാരിച്ചു. കണ്ടില്ല ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ നടക്കണം. ഇപ്പോൾ അവനെ ഒറ്റയ്ക്ക് വിടണം. അതുകൊണ്ട് ഐ തോട്ട് ഐ സ്റ്റേ ഹിയർ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. നോ എബ്രു ഒന്നും പറയണ്ട ഗൈസ്. ഞാനും സുനും മാറി ഇതെല്ലാം കണ്ട് നോക്കിക്കൊണ്ടിരിക്കണേ. കാരണം ഞങ്ങൾക്ക് പേടി, നല്ല സ്കിന്ന് ഭയങ്കരമായിട്ട് പൊള്ളണം. നല്ല കാലൊക്കെ കൊണ്ടിട്ടാണ് ഭയങ്കര ചൂട്. പൊടിയോടെ പോയി. ഇനി മേലെ ചൂട് പറ്റില്ലെന്ന് പറഞ്ഞു പോയിരുന്നു. ഇനി മേലെ ചൂട് പറ്റില്ല, എനിക്ക് ചൂട് അലർജിയാണ്, ചൂട് എനിക്ക് ഒട്ടും പറ്റില്ല ഒന്നും പറഞ്ഞു പോയിരുന്നു. ഈ ചൂട് വെള്ളത്തിലിരിക്കുമ്പോഴേക്കും മഴ പൊടിയുണ്ട്. മഴ പൊടിയുണ്ട്. സിനിമ പോയി കമ്പനി അടിക്കണോ? ഒറ്റക്ക് പോണ നോക്കിയേ. എബുമ്മി വരൂല. എബ്രു മുത്ത എങ്ങോട്ടാ പോണ ഒറ്റക്ക്? അല്ല നല്ല എങ്ങോട്ട് പോണു? ഒറ്റക്ക് എങ്ങോട്ട് പോകുന്നത്? നിങ്ങൾ ഒറ്റക്ക് എങ്ങോട്ട് പോകുന്നു? ഉമ്മക്ക് പേടിയാവൂലേ? നിങ്ങൾ ഒറ്റക്ക് എങ്ങോട്ട് പോണു? നമ്മുടെ മുത്തൊറ്റക്ക് എങ്ങോട്ട് പോണു?
നമുക്ക് പേടിയാവൂലേ? അവിടെ ഫുള്ള് ഫോട്ടോ ഷൂട്ടും റീൽ ഷൂട്ടാണ് സോണുണ്ട്. തകർത്ത് പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുക സോണുണ്ട്. അവിടെ ആരും ഒളിച്ചിരുന്ന് ഫോട്ടോ എടുക്കണ ആരാ? കാണില്ലല്ല. ഒളിച്ചിരുന്ന ആരാ ഫോട്ടോ എടുക്കണേ? കാണില്ല. സോനു സോനു റീൽസ് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു, വ്ലോഗെല്ലാം കഴിഞ്ഞു, എൻജോയ്മെന്റ് കഴിഞ്ഞു. ഞാൻ എന്റെ കാലിന്റെ മുട്ട് വരെ നനച്ചുള്ളൂ. എനിക്കും അത്രയില്ല. നല്ല ചൂടല്ലേ ജൈഗു ഇവിടെ ഫോറിനേഴ്സിന്റെ അടുത്ത് ഭയങ്കര കമ്പനി അടിച്ചിരിക്കുന്നത്. നാളെ ഫിഫിലോട്ടേക്ക് പോണതൊക്കെ വേണ്ട വേണ്ട വേണ്ട. അതുകൊണ്ടിട്ടാണ് ഇറക്കാണ്ട്. കാല് മാത്രം നനച്ചാൽ അവന് ഒന്നാമത് ശീലമില്ല. അവിടുന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിളച്ചിരിക്കണേ. സുനും സോനു കേറൂലെന്ന് തോന്നുന്നു. ടൈമായി വിസിലടിക്കണ്ടേ. ഇവൻ ഒട്ടും നടപ്പാണ് ബേബി, ഒറ്റക്ക് വലിയ ആളുടെ പോലെ. ഈ വഴി മൊത്തം ലെറ്റ്സ് ഗോ കം ഗൈസ്. അങ്ങനെ ഞങ്ങള് അവിടുന്ന് പോന്ന്. കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്. അതായത് ആ ചൂടുവെള്ളത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ല തണുത്തിങ്ങനെ വാട്ടർ ഡ്രോപ്പുകൾ ഇങ്ങനെ വീഴുമ്പോഴത്തേക്കും സുഖം എന്നറിയാം. തട്ടി വേണ്ട നോക്കിയാ ബാക്കിൽ തട്ടി വേണ്ടാണ് ആ കുറ്റിയിൽ തട്ടി കയറുന്നത്. ആ നല്ല ഏരിയ കൂടെ ഇപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മഷു ഇറങ്ങുമായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബ്രുവിനെ ഓൾറെഡി ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് നിർത്തിയേക്കണേ. വീണ്ടും കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ട് വെള്ളത്തിൽ ഇറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതും അടിപൊളിയായിരുന്നു. ക്ലാബിൽ വന്നിട്ട് നമ്മൾ ഈ രണ്ട് മെയിൻ സംഭവങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തു, പൊളിച്ച്. ഇൻഷാ അല്ലാഹ് അതെ, ഇന്ന് 3 കാര്യങ്ങൾ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം, തായ്ലാൻഡില്. ഓക്കെ, അതെ, തുടരുന്നതാണ് ഗൈസ്. വേറെ വാക്കുകൾ പറയില്ല, എത്ര സന്തോഷിക്കാൻ വെള്ളത്തിൽ കിടന്ന്. അത് ചൂടോളം പറ്റാത്ത എനിക്ക് കുറച്ച് അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞപ്പോ എന്ത് സുഖം, ബോഡിക്കൊക്കെ നല്ല സുഖം, നല്ല ആശ്വാസം. നമ്മുടെ ഇന്ത്യയിലെല്ലാം എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ചൂടുള്ള. അവിടെ ഒരു വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് അടിപൊളിയായിരുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ മഴയാണ് ഭയങ്കര. ബൈ ബൈ.